എന്നോടൊപ്പം ചേർന്നെന്ന് പറയാമോ? ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഫോർ സെയിൽ. ചേർന്ന് പറഞ്ഞോട്ടെ. യേശു ക്രിസ്തു വിൽക്കാൻ വെച്ചിരിക്കുന്ന, വിലയ്ക്ക് മേടിക്കാൻ വെച്ചിരിക്കുന്ന ഒരു വിൽപ്പന ചരക്കല്ല. എന്റെ അകത്ത് ആസ്തി ഉണ്ടെന്ന് പറഞ്ഞാലും, എനിക്ക് അത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, എനിക്ക് അത്ര പ്രതാപമുണ്ടെന്ന് പറഞ്ഞാലും, എനിക്ക് വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്ന ഒരുവനല്ല യേശു ക്രിസ്തു എന്ന് പറയുന്നത്. എന്റെ അകത്ത് എത്ര പ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും, എനിക്ക് കാശ് കൊടുത്ത് വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്ന ഒന്നല്ല അനോയിന്റിംഗ് എന്ന് പറയുന്നത്. അഭിഷേകം യേശു ക്രിസ്തുവിനെ വിലയ്ക്ക് മേടിക്കാൻ പറ്റുകയില്ല. അതിന് വില കൊടുക്കണം. നമുക്ക് വിലയ്ക്ക് മേടിക്കാൻ പറ്റുകയില്ല, പക്ഷെ അതിനെ നേടുവാൻ നാം വില കൊടുക്കണം. അതെന്തോ വില? എന്നെ തന്നെ കൊടുക്കുക, എന്നെ തന്നെ കൊടുക്കുക, എന്നെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഇട്ടുകൊടുക്കുക. അതിനാണ് നമ്മുടെ മൂല്യം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു സഭയെ എങ്ങനെ വിലയ്ക്ക് മേടിച്ചത്? യേശു ക്രിസ്തു വിലയ്ക്ക് കൊടുത്തു. ഇവിടെ ഈ മുത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന മുത്തുച്ചിപ്പി നമ്മൾ കണ്ടിട്ടുണ്ടോ? മുത്ത് എവിടെ നിന്നാണ് കിട്ടുന്നത്? മുത്തുച്ചിപ്പിക്കകത്ത് നിന്ന്, കടലിൽ നിന്ന് കിട്ടുന്ന ഒരു ജീവിയാണ് മുത്തുച്ചിപ്പി. ഈ മുത്ത് എങ്ങനെ ഉണ്ടാകുന്നറിയാമോ? അത് ദൈവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നല്ല. ഈ മുത്തുച്ചിപ്പി ഇങ്ങനെ കടലിന്റെ അടിത്തട്ടിക്കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ചേറെ മണൽ, കല്ലിന്റെ അംശങ്ങൾ, ചത്തു കിടക്കുന്ന മീന്റെ ചെറിയ എല്ല് കഷ്ണങ്ങൾ, മുള്ളുകൾ, ഇതെല്ലാം ഇതിന്റെ അകത്തോട്ട് കയറും. അതിനെ ഇറിറ്റേറ്റ് ചെയ്യും, അതിന് വേദന ഉളവാക്കും. അങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ അതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്ഥിതി എത്തുമ്പോൾ ഇത് തന്നെ ഇതിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ആവരണം, ഒരു ലിക്വിഡ് ഫോം കൊണ്ടുവരും. ഇതിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും, ഇതിനെ കവർ ചെയ്യും. തന്റെ ശരീരത്തെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷിനകത്ത് കുത്തുന്ന ആ മണൽ തരികളെ അല്ലെങ്കിൽ മീനിന്റെ അവശിഷ്ടങ്ങളെ, മറ്റവശിഷ്ടങ്ങളെ കവർ ചെയ്തുകൊണ്ട്, അതിനെ തന്നെ കവർ ചെയ്തുകൊണ്ട് ഒരു ലിക്വിഡ് ഫോം കൊണ്ടുവരും. അത് ക്രമേണ 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 അത് വിലയേറിയ മുത്തായിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യം ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കുത്തുന്ന, നോവുന്ന അവസ്ഥകൾ വരുമ്പോൾ ഇതിനെ നമ്മൾ സഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ അകത്തൊന്ന് തെളിഞ്ഞു വരണം. ഇത് നാളെ വിലയേറിയ മുത്തായിട്ട് മാറും. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ഇന്ന് ഞാൻ ക്യാരി ചെയ്യുന്ന ഇറിറ്റേഷൻസ് എല്ലാം നാളെ എന്റെ വിലയേറിയ മുത്തായിട്ട് മാറുമെന്ന് തിരിച്ചറിയണം. ഈ മുത്തുച്ചിപ്പിക്കകത്ത് 10,000 10,000 കണക്കിന് മുത്തുച്ചിപ്പികൾ ഉള്ളപ്പോൾ എല്ലാത്തിനകത്തും മുത്തുണ്ട്, എല്ലാത്തിനകത്തും ചെറുതും വലുതുമായിട്ടുള്ള മുത്തുണ്ട്. പക്ഷെ ഏറ്റവും മൂല്യമുള്ള എന്ന് പറയുന്നത് 10,000-ൽ ഒന്നാണ്. ഏറ്റവും വിലയേറിയ എന്ന് പറയുന്നത് 10,000-ൽ ഒന്ന്. എല്ലാത്തിനും മൂല്യമില്ല. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഫോം ആവുന്നുമല്ല. വർഷങ്ങൾ നീണ്ട പ്രോസസ്സാണ്. യേശു ക്രിസ്തു എങ്ങനെയാണ്